ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മോനിക്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ടൂറ് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് നിന്ന് വയനാട് നിന്ന് ഊട്ടി, അതായിരുന്നു പ്ലാന്. അപ്പോൾ ഇതിപ്പോൾ കോഴിക്കോട് നമ്മൾ പോണ വീഡിയോസൊന്നും അന്നത്തെ എടുത്തിടെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ. കോഴിക്കോട് നമ്മളൊരു ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചു. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പിറ്റേ ദിവസം കോഴിക്കോട് നിന്ന് നമ്മൾ തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തത് വയനാട് ചെന്ന് റൂം എടുക്കാമെന്നായിരുന്നു. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ചെറിയ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് കോഴിക്കോട് സ്റ്റേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ റൂം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റൂമും ഇതുപോലെ ഡോമിറ്ററി ഒക്കെ എടുത്തിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഡോമിറ്ററിയിൽ കുട്ടികളും ഞാനും എൻ്റെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നേ. റൂമിൽ 2 പേര് കിടന്നിട്ടുണ്ടായിരുന്നു. റൂമിൽ ചെറിയ കുട്ടി മക്കളുള്ള 2 ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇവർ 2 പേരാണ് റൂമിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഡോമിറ്ററി ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ. ഫുൾ AC ആയതുകൊണ്ട് തന്നെ ഒട്ടും ഒരു ഡിസ്കംഫർട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ മോർണിംഗ് ഇത് കസിൻ്റെ ഫാദറിലോ ആണ് കേട്ടോ. ആൾ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഞാൻ വാപ്പയോട് ഹായ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹായ് എടുത്തതാണ്. പിന്നെ ഞാനും എൻ്റെ കസിനും കൂടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സെൽഫി എടുക്കൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഫാമിലിയിലെ കുട്ടിമക്കൾ. മൊത്തം 10 പേരുണ്ടായിരുന്നു. 9 വയസ്സ് മുതൽ താഴോട്ടുണ്ട് കേട്ടോ കുട്ടികൾ. 1.5 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇത് കോഴിക്കോട് മോർണിംഗിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയായി റൂം വെക്കേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫുള്ള് നമ്മുടെ വണ്ടിയിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഇത് ഫുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ബസ്സിൽ നമ്മൾ പാട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് ഭയങ്കര ഫണ്ണി ആയിരുന്നു കേട്ടോ. ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ടൂറായിരുന്നു കേട്ടോ. ഇതിന് എൻജോയ് ചെയ്യിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ആളാണ് കേട്ടോ നിൽക്കുന്നത്. ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവാണ്. ഈ ടൂറിൻ്റെ മെയിൻ ആൾ അൻസറാണ്. അൻസറിൻ്റെ ബ്രദറാണ് കേട്ടോ അനസ്. ഇപ്പോൾ ഇവർ 2 പേരാണ് മെയിനായിട്ട് ടൂർ പ്ലാനിങ്, ലൊക്കേഷന്, പോകേണ്ട റൂട്ട് മാപ്പ് എല്ലാം ഇവരാണ് കേട്ടോ നോക്കുന്നത്. കാരണം ഇവർ ഒരുപാട് ടൂർ പോയിട്ടുള്ളത് കൊണ്ട് എല്ലാ വഴികളും അറിയാം. അപ്പോൾ അവർ പറയുന്ന വഴികളിലൂടെ ആയിരുന്നു കേട്ടോ പോയത്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടി ആയിരുന്നു കേട്ടോ ഇതുവഴി പോണതൊക്കെ. അപ്പോൾ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കോഴിക്കോട് അവിടെ നിന്ന് വയനാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വയനാട് നമ്മൾ ജസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ വയനാട് ചുരം കയറാനായിട്ട് പോകുന്ന വഴികളാണ് കേട്ടോ ഇതൊക്കെ. ഇതിനിടയിൽ തന്നെ ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഒരുപാടായിട്ടല്ല, അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് തന്നെ തേയിലത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനതൊക്കെ ഇങ്ങനെ ക്യാമറയിൽ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ബസ്സിനുള്ളിലുള്ള ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ടയേർഡായിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചതിൻ്റെ. ഇതെൻ്റെ കസിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഇവർ തമ്മിലാണ് ടൂർ പ്ലാനിങ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത്. എവിടെ ഇറങ്ങണം, എവിടെ പോകണം, ഏതൊക്കെ ഹോട്ടലുകൾ എല്ലാം അറിയാവുന്ന 2 വ്യക്തികളാണ് കേട്ടോ ഇവർ രണ്ടാളും. കുറച്ച് ദൂരേക്ക് വന്നപ്പോഴേക്കും നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വ്യൂ പോയിൻ്റ് അവിടെ തന്നെ ഒരു ചെറിയ കടകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വണ്ടി എല്ലാവരും നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ട്രാവലറായിരുന്നു. ടൈമിന് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഡിലേ വരണ്ട എന്ന് കരുതിയിട്ട് പിന്നെ ഈ ഒരു വണ്ടിയാണ് കേട്ടോ നമ്മൾ അറേഞ്ച് ആക്കിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൽ
ചെറിയ കുട്ടി ഷോപ്പാണ് കേട്ടോ. അവിടെ തന്നെ ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതൊരു രസമായിട്ട് തോന്നി. അപ്പോൾ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് കൈയൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കുറേ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റാണ് ഉപ്പിലിട്ടതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് എനിക്ക് പൈനാപ്പിൾ. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെല്ലിക്ക, പിന്നെ ഇങ്ങനെ പച്ച നെല്ലിക്ക തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കോണ്, ബീട്രൂട്ട്, അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേൻ നെല്ലിക്ക. അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ളതൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കാടമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാടമുട്ട മസാല ചെയ്തത് കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പേരയ്ക്ക ഉപ്പിലിട്ടതും അതെനിക്കൊരു നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേർക്ക് അതിൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് കയറുകയാണ് കേട്ടോ. കാരണം ടൈം ഒട്ടും കളയണ്ടെന്ന് വിചാരിച്ചിട്ട്, കാരണം വയനാട് എത്തേണ്ടതാണല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിക്കാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വണ്ടിയിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എൻ്റെ മോന് അങ്ങനെ അവിടെ കടയിൽ എന്തോ എടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് അവനെ വിളിച്ചുകൊണ്ട് വരികയാണ്. കാരണം നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മളുടെ ക്യാമറയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത്. അതിൽ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ തന്നെ നല്ലൊരു കൗതുകം തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അതൊന്ന് സൂമിൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫോറസ്റ്റ് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ആനിമൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആനിമൽസ് ഏതിനൊക്കെ കാണാൻ പറ്റുമെന്നൊന്നും തന്നെ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് മങ്കിയാണ് കേട്ടോ. അപ്പോൾ മങ്കിയെ കണ്ടു. അതിനുശേഷം നമ്മൾ പാസ് ചെയ്യുമ്പം അവിടെ ഒരു പള്ളിയാണെന്നുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു മർക്കസ് എന്നാണ് അവിടെ പറയുന്നത് കേട്ടത്. അത് നമ്മൾ മേലെ കയറുന്ന സമയത്തും ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു താജ്മഹലിൻ്റെയൊക്കെ ഫീലിംഗ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കണ്ട സമയത്ത്. അപ്പോൾ അത് ഭയങ്കര വ്യൂ ആയിട്ട് തോന്നി. അതിനുശേഷം നമ്മൾ വയനാട് കയറുകയാണ് കേട്ടോ. വയനാട് ഇവിടെ നമ്മളൊരു പ്ലേസ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ മുളയരി പായസം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ ഒരു 2 പേര് കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് നമ്മളവിടെ ഇറങ്ങി മുളയരി പായസം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്കത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുളയരി പായസം. ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ സിപ്പ് ലൈനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും സമയം കളയണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അതിലേക്ക് കയറാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. സ്കൈ സൈക്കിളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്നിനും തന്നെ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ട്രക്കിങ് അതൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ നിന്നും തിരിച്ച് കേട്ടോ. ഫോറസ്റ്റ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇനി മുതലാണ് നമ്മൾക്ക് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റുകയെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരുപാട് പീക്കോക്കിനെ നമ്മളവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പീക്കോക്കിനെയാണ് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ നമ്മളവിടെ ആനയും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. കുട്ടികൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. ടൈഗറിനെ കാണാൻ പറ്റും, ലയണിനെ കാണാൻ പറ്റും എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഫോറസ്റ്റിലാണല്ലോ ടൈഗറും ലയണൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെയൊക്കെ കാണാമെന്നുള്ള ക്യൂരിയോസിറ്റിയിലാണ് കുട്ടികൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദൂരെയായിട്ട് തന്നെ ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആന. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിള്ളേർ ഇതിനെ കണ്ടിട്ട്. അതിനുശേഷം നമ്മൾ പിന്നെയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്തായിട്ട് തന്നെ ഒരാന നിൽപ്പുണ്ടായിരുന്നു.
അപ്പോൾ നമുക്ക് ബാക്കിൽ വേറെയും വണ്ടികൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കപ്പോൾ പെട്ടെന്ന് നിർത്തിയിടുമ്പോൾ ബാക്കിൽ നിന്ന് ഹോൺ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ സൈഡ് ഒതുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, കാരണം അവർ കയറിപ്പോയിട്ട് നമുക്ക് മെല്ലെ മെല്ലെ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതിപ്പോൾ വേറൊരു സൈഡിലാണ് കേട്ടോ, ഈ ആന നിൽക്കുന്ന ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അതിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വലിയ ആനകളാണ് കേട്ടോ നിൽക്കുന്നത്. ഇതൊരു കാട്ടുപോത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വലിയ കാട്ടുപോത്തൊന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ചെറിയ കാട്ടുപോത്തായിരുന്നു. പക്ഷേ പോകെ നമ്മൾ വലിയ വലിയ കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാട്ടുപോത്തിനെ വൺ ടൈം കണ്ടതുകൊണ്ട് തന്നെ ക്യാമറയിൽ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ എടുക്കുമ്പോഴേക്കും നമ്മളെ വണ്ടി പാസ് ചെയ്ത് പോകും. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാനായിട്ട് പറ്റത്തുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ തന്നെ ഒരുപാട് പീക്കോക്ക് ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ, പീക്കോക്കുകൾ. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ മാനിനെയാണ് കേട്ടോ. മാനിനെ നമ്മൾ ഫസ്റ്റ് കണ്ടു. അതിനുശേഷം പിന്നെ ഒരുപാട് മാൻകൂട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മാനുമൊക്കെ കുട്ടികൾ മുൻപും കണ്ടിട്ടുള്ളതുകൊണ്ട് അവർക്ക് അതിനോടൊന്നും വലിയ താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടൈഗറിനെ കാണാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു കേട്ടോ കുട്ടികളെല്ലാവരും. പീക്കോക്കിന് അവിടെ തന്നെ താഴെയായിട്ട് ഒരു മങ്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മങ്കി നമ്മളെ വണ്ടിയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്നും പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് അടുത്തായിട്ട് തന്നെ ഒരു ആന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അടുത്തായിട്ട് തന്നെ നിന്നേ. അപ്പോൾ പിന്നെ കണ്ടത് മാൻകൂട്ടങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ മാൻകൂട്ടങ്ങളൊക്കെ അവിടെ നിന്ന് പുല്ല് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് കുട്ടികൾക്ക് മാനിനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടത് നമ്മൾ സിംഹവാലൻ കുരങ്ങാണ് കേട്ടോ. അത് ഒരുപാട് സിംഹവാലൻ കുരങ്ങുകളുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടി അടുത്തായിട്ടായിരുന്നു. നമ്മൾ ഈ വണ്ടി വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫേസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുട്ടികളൊക്കെ നന്നായിട്ട് കണ്ടു. അപ്പോൾ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറി വരും വണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ കയറി വരുമോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ പിന്നെ വണ്ടി അവിടെ നിന്ന് എടുത്തു. കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് കാട്ടുപന്നികളായിരുന്നു കേട്ടോ. അതൊക്കെ ഇതുപോലെ റോഡിലേക്ക് നിന്നെയാണ് നമ്മുടെ വണ്ടി വരുന്നത് കണ്ടപ്പോഴേക്കും അത് ഓടി മാറുമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ. പിന്നെ അതിന് ശേഷം നമ്മൾ വയനാട് പിന്നെ ഇത് നമ്മൾ പോയപ്പോഴേക്കും അവിടെ കുറേ പഞ്ഞികൾ ഇങ്ങനെ പൊഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മരത്തിൽ നിന്ന് അതിന് തനിയെ പൊഴിഞ്ഞ് വീഴുന്നതാണ് കേട്ടോ. അത് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കരടികളുടെ വെള്ള ഇതാണ് അവിടെ പൊഴിച്ചിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ അതൊന്ന് ഇങ്ങനെ പറഞ്ഞിതാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളൊരു ഹോട്ടലിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്, റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞിട്ടാണ് മസിനഗുഡി കയറുന്നത്. അപ്പോൾ നമുക്കിവിടെ ട്രക്കിങ്ങിന് പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ട്രക്കിങ്ങിന് ഒരുപാട് ആൾക്കാർ പോകാറുണ്ട്. ഇതിൻ്റെ മേളിൽ നല്ല വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ, അവിടേക്ക് ട്രക്കിങ് കൊണ്ടുപോകും. പക്ഷേ നമ്മൾ വന്ന സമയത്ത് എന്തോ കാരണത്താൽ നമുക്ക് ഭാഗ്യമില്ല എന്ന് തന്നെ പറയാം. ആ സമയത്ത് ഇവിടെ വൈസ് പ്രസിഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വണ്ടികളൊന്നും കയറ്റി വീഴുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് കയറാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രക്കിങ് അപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ ടൈം 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ വന്നു. അതിനിടയിൽ കുട്ടികളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ മാമി ഓടി വരുന്ന കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാനായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ലോ മോഷനിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് ഒരു പാട്ടൊക്കെ കയറ്റിയിട്ട് സ്റ്റേറ്റസൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഞാൻ സോങ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്കിപ്പോൾ ആ സോങ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ.
അപ്പോൾ ഇതാണ് നൈറ്റ് വ്യൂ ആണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ. നമ്മൾ അത്രയും സമയം തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ ആ പുല്ലിൽ റെസ്റ്റ് എടുക്കാനായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇനിയിപ്പോൾ വേറെ വഴിയില്ല. കാരണം മസിനഗുഡി ഇപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് നൈറ്റ് ആവും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ അവിടെ റൂം അവൈലബിൾ. പക്ഷേ ഭയങ്കര ക്യാഷായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഊട്ടിയിലെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതുവരേക്കും ബൈ.